السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ 22 ആയത്തുകൾ വരെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത കുറച്ച് ആയത്തുകളും കൂടി എന്ത് ചെയ്യാനുണ്ട്, ഇന്ന് നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആമുഖമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വെച്ച ആയത്തുകളിൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാദാനി ഖസ്മാനി എന്നും വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി എന്നും പറഞ്ഞു. അള്ളാഹുവിന്റെ പേരിൽ തർക്കിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു. പിന്നെ അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി, അവർ കടന്നു പോകേണ്ട, അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, രണ്ട് വിഭാഗം ഉണ്ടല്ലോ, ഒന്ന് നല്ല ആളുകൾ, ഒന്ന് മോശം ആളുകൾ, ഒന്ന് വിശ്വസിച്ചവർ, മറ്റൊന്ന് അവിശ്വസിച്ചവർ. അവിശ്വസിച്ചവർക്ക് ലഭിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്ന ആരെ പറ്റിയിട്ടാണ്? വിശ്വസിച്ച ആളുകൾക്ക് ലഭിക്കുന്നത്. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد
ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. മൂന്നായത്തുകൾ നമ്മൾ ഓതി. 23, 24, 25 ആയത്തുകൾ. ഇനി അതിന്റെ ഓരോന്നിന്റെയും അർത്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് 23-ാമത്തെ ആയത്തിന്റെ തുടക്കം? നോക്കുക. ഇന്നല്ലാഹ, അല്ലെ? നമ്മള് ഈ സൂറത്തിൽ കുറെ പ്രാവശ്യം കേട്ടു. എന്ത്? ഇന്നല്ലാഹ. എന്താണ് ഇന്നല്ലാഹ? നിശ്ചയമായും അല്ലാഹു. യുദ്ഖിലു, ഇത് നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? യുദ്ഖിലു എന്ത് ചെയ്യുന്നു? പ്രവേശിപ്പിക്കുന്നു. ആരെ പ്രവേശിപ്പിക്കുന്നു? അല്ലദീന ആമനു. അല്ലദീന, അതൊരു കൂട്ടരാണ്, അല്ലെ? ഏത് കൂട്ടരാണ് അവർ? ആമനു, മുഅ്മിനീങ്ങൾ, അല്ലെ? വിശ്വാസികൾ. പിന്നെയോ വിശ്വസിക്കുക മാത്രമാണ് അവർ ചെയ്തത്? അല്ല, വഅമിലു സ്വാലിഹാത്ത്, അവരെന്ത് ചെയ്തു? സാലിഹായ അമലുകൾ പ്രവർത്തിച്ചു, സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്തു? അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്കുണ്ട്, അവരല്ലാഹു പ്രവേശിപ്പിക്കുന്നു. ഏതിലേക്ക്? ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ അല്ലാഹു പ്രവേശിപ്പിക്കുന്നു. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത? തജ്രി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏതിലൂടെ? സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ഏത് ഭാഗത്തോടുകൂടി? മിൻ തഹ്തിഹ, അതിന്റെ തഹ്ത എന്ന് പറഞ്ഞാ എന്താ? താഴ്ഭാഗം, അല്ലെ? താഴ്ഭാഗത്തോടു കൂടി എന്ത് ചെയ്യുന്നു? എന്തൊഴുകുന്നു? അൽ അൻഹാർ, നദികൾ, അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് പഠിച്ച ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ പറയാത്ത ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. യുഹല്ലൗന, ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു പറഞ്ഞത്? യുഹല്ലൗന, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ധരിപ്പിക്കും. ഹുല്ല്, യുഹല്ലൗന, അവരെന്ത് ചെയ്യും? ധരിപ്പിക്കും, അണിയിപ്പിക്കും. എന്ത്? ഫീഹ, സ്വർഗത്തിൽ വെച്ച്. ഫീഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ്. ഇവിടെ അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗത്തിൽ അള്ളാഹു അവരെ ധരിപ്പിക്കും. എന്താണ് അവരെ ധരിപ്പിക്കുകയും അണിയിക്കപ്പെടുകയും ചെയ്യുക? മിൻ അസാവിർ, വളകൾ. എന്താ പറയുന്നത്? അസാവിർ, വളകൾ അവരെന്ത് ചെയ്യും? അണിയിപ്പിക്കും. എന്തുകൊണ്ടുള്ള വളകൾ? മിൻ ദഹബിൻ, ദഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊന്ന്, പൊന്ന്, അല്ലെ? സ്വർണം. മിൻ ദഹബിൻ. പിന്നെയോ വലുലുആ, എന്താണ് ലുലു എന്ന് പറഞ്ഞാൽ? മുത്തുകൾ. മുത്തുകൾ കൊണ്ടും സ്വർണം കൊണ്ടുള്ള വളകൾ എന്ത് ചെയ്യും? അവരെ ധരിപ്പിക്കും, അല്ലെ? കുറച്ച് കാലഘട്ടം മുമ്പ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. രാജാക്കന്മാരും അവരൊക്കെ അവരുടെ ആർഭാടം കാണിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? വലിയ വലിയ വളകളൊക്കെ, പൊന്നിന്റെയും സ്വർണ്ണ മുത്തുകളുടെയും പവിഴങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ വളകൾ അവരെന്തായിരുന്നു? അവരുടെ ആർഭാടം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു? ഇന്നും ചില മ്യൂസിയങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അത് കാണാൻ കഴിയും. എന്നാൽ ഈ ദുനിയാവിലുള്ള സ്വർണം പോലെയാണോ സ്വർഗത്തിലുള്ള സ്വർണം? ആണോ? അല്ല. ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും വലുത് എന്ന് പറയുന്ന, ഏറ്റവും നല്ലത് എന്ന് പറയുന്ന മുത്തു പോലെയാണോ സ്വർഗത്തിലുള്ള മുത്തുകൾ എന്ന് പറയുന്നത്? ഇല്ലേ? നമുക്കൊരിക്കലും ചിന്തിച്ചാലും ആലോചിച്ചാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്, അല്ലെ? വിശ്വാസികളായ ആളുകള് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പറ്റൂല? സ്വർണം പറ്റൂല. ഒരു തരി സ്വർണം പോലും അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ധരിച്ചിട്ടുണ്ടാവില്ല, അള്ളാഹുവിനെ പേടിച്ചിട്ട്. അപ്പൊ അള്ളാഹു സ്വർഗത്തിലെത്തിയാൽ എന്ത് ചെയ്യും? അവരെ അണിയിപ്പിക്കും. നമ്മളൊന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അതാണോ നമുക്ക് ലഭിക്കുക? അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച ദണ്ട് കൊണ്ടുള്ള അടിയും നഅൂദുബില്ലാ, നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തീ കൊണ്ടുള്ള എന്താ പറഞ്ഞത്? ലിബാസ്, അല്ലെ? വസ്ത്രം. നമ്മള് വളരെ ഗൗരവത്തിൽ
ഈ വളകൾ ധരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് വലിബാസുഹും, അവരുടെ ലിബാസ്, അവരുടെ വസ്ത്രം അല്ലെ, അവർക്കുണ്ട് എന്ത്, അവരുടെ വസ്ത്രം എന്തായിരിക്കും അവിടുന്ന്, ഫീഹ, ആ സ്വർഗത്തിൽ എന്തായിരിക്കും, ഹരീർ, പട്ടുകൊണ്ടുള്ളതാണ് അല്ലെ. ഇന്ന് പട്ടിടാൻ അനുവാദമുണ്ടോ നമുക്ക്? ഇല്ല. എന്നാൽ നാളെ സ്വർഗത്തിൽ അല്ലെ ഏറ്റവും നല്ല പട്ട് അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും നല്ല തുണി കൊണ്ടുള്ള വസ്ത്രം നമ്മൾ ധരിച്ചോ? ഇല്ല അല്ലെ. ഏറ്റവും നല്ല തുണി കൊണ്ടുള്ള അല്ലെ. എന്നാലും നമ്മൾ സാധാരണ ഇടുന്നതിൽ നിന്ന് ഒരു തുക അധികം കൊടുത്തിട്ട് കുറച്ച് നല്ലത് ഇടുമ്പോ അല്ലെ, എന്നിട്ട് നല്ല ഷർട്ട് നല്ലൊരു തുണി കൊണ്ട് വാങ്ങിയിട്ട് ഇടുമ്പോ അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു പർദ്ദ അടിച്ച് അതൊന്നും ഇടുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ട് അല്ലെ. നമുക്ക് ഇടുമ്പോ ഉണ്ടാകുന്ന ഒരു, നമ്മൾ പറയല്ലേ, നല്ലൊരു സുഖം ഇട്ടിട്ട്. നമ്മൾ ആലോചിക്കണം, ഈ ഇടുന്ന നമ്മളിലെ എത്ര കാലം ഇടും? എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ ദുനിയാവിന്റെ ഒരു പോരായ്മ അതാണ്. ഇവിടെയുള്ള സുഖങ്ങളുടെ ഇടയിലും ദുഃഖങ്ങളുണ്ട്. ആടെ സുഖങ്ങൾ മാത്രമാണ് എന്നുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് 2 മിനിറ്റ് ചിരിക്കുമ്പോ പേടിയാവൂലേ? കുറച്ച് സമയം ഒന്ന് അല്ലെ, കുറച്ച് സമയം നല്ലൊരു സുഖം. ഇപ്പൊ ഒരാഴ്ചയായിട്ട് അൽഹംദുലില്ലാ പ്രത്യേകിച്ച് ഒരു തലവേദനയോ പനിയോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മനസ്സിൽ ആലോചിച്ചതിന്റെ അടുത്ത നിമിഷം നമുക്ക് തുടങ്ങും എന്തെങ്കിലും ഒരു വേദന. അതാണ് ഈ ദുനിയാവിലുള്ള സുഖം അല്ലെ. പിന്നെന്തല്ല, അത് ശാശ്വതമല്ല. എല്ലാ സുഖങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും ചില ദുഃഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലൊരു പ്രത്യേകത എന്താണ്? അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ദുഃഖങ്ങളും ഇല്ല. സന്തോഷങ്ങളും ആഘോഷങ്ങളും റാഹത്തും മാത്രമേ എന്തുള്ളൂ, ആ സ്വർഗത്തിലുള്ളൂ. അള്ളാഹു നമ്മളെല്ലാവർക്കും ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ അള്ളാഹു 2 ഡിമാൻഡുകൾ, ഈ ആയത്തുകൾ, ഇതുപോലുള്ള കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട് അല്ലെ. എപ്പോഴും പറയുന്നത് 2 കാര്യം, ആമനു വഅമിലു സാലിഹാത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ആവർത്തിച്ച് വരുന്ന ആയത്തുകൾക്ക് ഖുർആനിന്റെ ഈ ആവർത്തിച്ചുള്ള ഉപയോഗങ്ങൾക്ക് പറയുന്നത് മുത്തശാബിഹാത്ത് എന്നാണ്. എന്താണ്? മുത്തശാബിഹാത്തിന്റെ ആയത്തുകൾ എന്നാ പറയാ, ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ. ഈ മുത്തശാബിഹാത്തിന്റെ ആയത്തുകളെ പറ്റി പണ്ഡിതന്മാര് പറയുന്നത്, എത്രത്തോളം ഒരു വിഷയം ആവർത്തിച്ച് പറയുന്നോ അത്രത്തോളം ആ വിഷയത്തിന് എന്തുണ്ട്, ഗൗരവമുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഒന്ന് തെറ്റാൻ വലിയ പണിയൊന്നുമില്ല. സാലിഹായ ഒരു അമലിൽ നിന്ന് വെറും അമലാകാൻ എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഇല്ല. നമ്മള് നല്ല മനസ്സോടുകൂടി നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇരുന്നപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ എന്തുണ്ട്, ബാക്കിൽ നമ്മൾ നിസ്കരിച്ച ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിന്റെ മുന്നിലാണുള്ള ബോധത്തിലാ നമസ്കരിച്ചത്. എന്നാൽ ഇറങ്ങി കഴിഞ്ഞ അയാൾ ഇങ്ങനെ ഉണ്ടപ്പോ, അയാളെല്ലാം കണ്ടിട്ടുണ്ടോ നമസ്കാരം? പോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ? ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു, നല്ല മനസ്സോടെ ഇരുന്നത്. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ നമ്മളെ ചങ്ങായി ഇങ്ങനെ അതിൽ കൂടി പോകുന്നുണ്ട്. എവിടെയാ പോയിന് രാത്രി? കല്യാണമൊക്കെ ഉണ്ടായില്ല? ഇല്ല, ഖുർആൻ ക്ലാസ്സിന് പോയതാണ്. നമുക്കൊന്നിങ്ങനെ കയറി, അവർക്കൊന്നിങ്ങനെ കയറി. മാഷാ അല്ലാഹ്, ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിയോ? നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലെല്ലാം പോകും, എവിടെയെന്ന് എന്താണ്? യഥാർത്ഥത്തിൽ എവിടെയാണ് എന്താണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആവേശം അടുത്ത ആഴ്ച അവര് വരാനല്ല. പിന്നെയോ നമ്മളിങ്ങനെ വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ കയറി പോവാ. അപ്പൊ 1 മണിക്കൂർ ഇരുന്ന് ഖുർആൻ ക്ലാസ്സും പോയി. എന്തായത്? അമൽ എന്ന് പറയുമ്പോൾ അമൽ എവിടെ ഉണ്ട്. എന്നാൽ എന്താ നഷ്ടപ്പെട്ടത്? സൽക്കർമ്മത്തിൽ നിന്ന് വെറും കർമ്മത്തിലേക്കുള്ള ഒരു പോക്ക്. സെക്കൻഡ് കൊണ്ടില്ലേ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഈ ഖുർആൻ ക്ലാസ്സിന് എന്ന് പറഞ്ഞാൽ ഇപ്പോ പറയണോ? ചിന്തിച്ചാ പോരെ? ചിന്തിച്ചാ മാത്രം മതി, നഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു അമല് ചെയ്താൽ ബാക്കിയുള്ളവർ ഇത് ചെയ്യുന്നില്ലല്ലോ എന്ന് പോലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ അമല് നഷ്ടപ്പെട്ടു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങളൊരു അമല് ചെയ്തു, എന്നിട്ട് ഇവർക്കൊക്കെ ഈ അമല് ചെയ്തൂടെ എന്ന് നമ്മൾ കരുതി, ആ അമല് നഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയാൽ എത്ര അമല സാലിഹാത്ത് നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ച സുഖങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നമുക്ക് പോകാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒരായത്തിലൂടെ അല്ലാഹു നമ്മളോട് പറയാണ്.
وهدوا إلى الطيب وهدوا إلى الطيب إلى الطيب من القول وهدوا إلى صراط الحميد. വഹുദു അവർക്ക് മാർഗദർശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. ഏതിലേക്ക്? ഇലത്തയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതിലേക്കാണ് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടത്. അതേതാണ്? അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ എന്ന് പറഞ്ഞ ആ കലിമത്തുൽ തയ്യിബ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആ ഖൗല്, അതാണ് ആ വാക്ക്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എന്തായി? വഹുദു, മാർഗദർശനം നൽകപ്പെട്ടു. അതില്ലെങ്കിൽ പോയില്ലേ? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, നിശ്ചയമായും ഞാനാണ് അല്ലാഹു, ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല. ഫഅബ്ദുനി, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് സ്വീകാര്യതയുള്ളൂ. ഇത് പടച്ചോന് വേണ്ടി മാത്രമല്ല, വേറെ ചില കാരണങ്ങളും കൂടി ഉണ്ട് എനിക്കിത് ചെയ്യാൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ കഴിയുന്നു അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് മാത്രം ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ബോധം, അല്ലെ? ആ മാർഗത്തിലേക്ക് കടന്നു വരാന്നുള്ളത് വലിയ ഖൈറല്ലേ? ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ പരിശോധിച്ചാൽ, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള 2-3 വീടുകൾ, നമ്മുടെ പരിസരത്തുള്ള വീടുകളും അവിടെയുള്ള ആളുകളെയും നമ്മൾ പരിശോധിച്ചാൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ചു നിൽക്കുന്ന എത്ര പേരുണ്ട്? ഈ മാർഗദർശനം നൽകപ്പെട്ട എത്ര ആളുകളുള്ളത്? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി പറയണത്? സഹോദരന്മാരെ, നമ്മള് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ഈ ഏറ്റവും തയ്യിബായ ഈ കലിമത്തിലേക്ക്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാർഗദർശനം നൽകപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിൽ നമ്മൾ ശുക്ർ ചെയ്യണം. പലപ്പോഴും ശുക്ർ ചെയ്യുന്ന ഈ വിഷയത്തിൽ നമ്മൾ ശുക്ർ ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, ഇതൊക്കെ അല്ലെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള അഹങ്കാരത്തിലാണ് നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കണം. നമ്മൾ പലപ്പോഴും നോക്കിയത് നമ്മളെക്കാൾ സമ്പത്തില്ലാത്തവനെയും, നമ്മളെക്കാൾ ആരോഗ്യമില്ലാത്തവനെയും, നമ്മൾ അത്ര വലിയ വീടില്ലാത്തവനൊക്കെയാണ്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു വിഷയം നമ്മൾ ചിന്തിക്കാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഭിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും, അല്ലാഹുവേ അവർക്കൊക്കെ നീ ഹിദായത്ത് നൽകണമേ? ആ ദുആ ചെയ്യണമെങ്കിൽ നമുക്കത് ലഭിച്ചു എന്നുള്ളതിൽ ശുക്ർ കാണിക്കുന്ന അടിമകളാകണം. പക്ഷെ നമ്മൾ വിചാരിച്ചത് എന്താണ്? നല്ല ആരോഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാ. കറണ്ട് പോയാൽ ആരെങ്കിലും അൽഹംദുലില്ലാ പറയോ? കറണ്ട് വന്നാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. എന്തുകൊണ്ടത്? നമ്മൾക്ക് നല്ലതാണ് എന്ന് നമ്മൾ തീരുമാനിച്ച ചില കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയില്ലേ? വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓഫായി, എങ്ങനെ സ്റ്റാർട്ട് ആകുന്നില്ല, എന്തൊക്കെയോ കളിച്ച് ഒന്നും ആരും ഇല്ല എന്നെല്ലാം തോന്നിയപ്പോ ഒരു ഫാത്തിഹയെല്ലാം ഓതിട്ട് ചെയ്തു, ഒന്ന് ചെയ്തു, സ്റ്റാർട്ടായി, അൽഹംദുലില്ലാ അങ്ങനല്ലേ നമ്മൾ പറയാ? ആ സമയത്ത് നമ്മൾ മറക്കുന്ന പല വിഷയങ്ങളും ഇല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവന് ശുക്ർ കാണിക്കാം. ഒരു വിശ്വാസിക്ക് ഈ ഒരു മാർഗം നൽകപ്പെട്ട ഒരാൾക്ക് എപ്പോഴും അയാൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. അല്ലാഹുവേ നീ എന്നെ ഈ മാർഗത്തിലൂടെ നയിച്ചല്ലോ എന്നുള്ളതിൽ. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്ക്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ഈ ഒരു മാർഗദർശനം നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത ഒരു നിമിഷമുണ്ടോ ജീവിതത്തിൽ? പടച്ചവന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാഹുവേ നീ എനിക്കിത് നൽകിയല്ലോ പടച്ചവനെ,
ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ വാഴ്ത്താൻ എന്തേ നമുക്ക് കഴിയുന്നില്ല? അടുത്തിരിക്കുന്ന ആളെ പുകഴ്ത്താൻ നമ്മൾ ഉഷാറാണ്. നമ്മളെന്തെങ്കിലും ദുനിയാവിലുള്ള കാര്യങ്ങൾ നടത്തി തരാൻ പുകഴ്ത്താൻ നമ്മൾ ഇങ്ങനെ കയറ്റി കയറ്റി പറയും. എന്നാൽ അള്ളാഹുവിനെ പുകഴ്ത്താൻ, അള്ളാഹുവിനെ വാഴ്ത്താൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. പടച്ചോനുള്ളത് നമ്മളങ്ങനെ ബാക്കിയുള്ളവരോടൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയതും നമുക്ക് അങ്ങനെ ഒരു സൗകര്യം നമുക്ക് പൈസ തന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. മറ്റുള്ളവരോട് അള്ളാഹിനെ പറ്റിയിട്ടൊന്നും നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് പലപ്പോഴും എന്താ പറയാ, ഈ മാർഗത്തിലേക്ക് എത്താൻ പറ്റാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ബന്ധത്തിലേക്ക് അത് കയറ്റണം. നമ്മുടെ ഈ ബന്ധത്തിലേക്ക് അത് കയറ്റണം. ആ ബന്ധം നൽകിയത് ആരാ? നിങ്ങൾക്ക് ആ ഒരു ബന്ധം നൽകിയത് ആരാണ്? നമ്മുടെ ഈ ബന്ധത്തിൽ അത് വേണോ? നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ളത് വേണോ? നമ്മുടെ ഈ ചങ്ങാതിമാരുടെ വൈബിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു അക്രമി മറ്റാരുള്ളതിലെ. അള്ളാഹു പറഞ്ഞു തന്നതൊക്കെ കേട്ടു, എല്ലാം അറിഞ്ഞു, എന്നിട്ട് പറഞ്ഞു കൊടുക്കാനും അതനുസരിക്കാനും തയ്യാറല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു അക്രമി മറ്റാരുണ്ട്? ഈ വിഷയത്തിൽ ശുക്ർ ചെയ്യാൻ സഹോദരന്മാരെ നമുക്ക് കഴിയണം. വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ. എന്നിട്ട് അള്ളാഹു പറയാണ്, വഹുദു, അവർക്ക് മാർഗദർശനം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇലാ സിറാത്തിൽ ഹമീദ്. ഹമീദ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അള്ളാഹുവിന്റെ നാമമാണ്. എന്താണ് അതിന്റെ അർത്ഥം? സ്തുത്യാർഹനായുള്ളവന്റെ മാർഗത്തിലേക്ക്, സിറാത്തിൽ മുസ്തഖിലെ. നമ്മളെല്ലാ വക്തിലും അള്ളാഹുവിനോട് തേടുന്നുണ്ടല്ലോ. എന്താ തേടുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്നാൽ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ എത്ര പേർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തേടിയിട്ടുണ്ട്? നമ്മള് പിന്തുടരുന്നുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹു എന്തിനാ നമ്മളോട് എല്ലാ നമസ്കാരത്തിലും ഇതിങ്ങനെ തേടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞത്? ഇതിലുള്ള ആ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹുവിനോട് എപ്പോഴും തേടണം എന്നുള്ളതാണ്. സിറാത്തൽ മുസ്തഖിലെ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ മാർഗത്തിൽ, സാലിഹീങ്ങളുടെ മാർഗത്തിൽ അള്ളാഹുവേ നീ എന്നെ നയിക്കണമേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ തേടിയ ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടോ? നമ്മളൊക്കെ അള്ളാഹു മുസ്ലിമീങ്ങളാക്കി, അള്ളാഹു നമ്മളൊക്കെ മുഅ്മിനീങ്ങളാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നൽകി. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നവരിൽ ആ ലിസ്റ്റിൽ നമ്മൾ പെട്ടുപോയാൽ അള്ളാഹു അത് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മാർഗദർശനം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് ബോധം വരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ടും ബോധമില്ലാതെ നമ്മൾ നടന്നാൽ, എന്നിട്ടും ദുനിയാവ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ആ ഒരു രസത്തിലും സുഖത്തിലും നമ്മൾ ഈ ദർശനം, ഈ മാർഗദർശനം, ഈ സിറാത്തുൽ മുസ്തഖീം മറന്നിട്ട് കടന്നുപോയാൽ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണിത്. നാളെ ഉണ്ടാകണമെന്നില്ല, ഇത് നിലനിൽക്കണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് യുക്തിവാദത്തിലേക്കും ഭൗതികവാദത്തിലേക്കും ഒക്കെ എത്തിയ എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ദിനംപടി അത് വർദ്ധിക്കുകയല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഖിയാമത്ത് നാളിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഖിയാമത്ത് അടുത്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഉണ്ടാകുക? ആളുകൾ ഇങ്ങനെ ജാഹിലീങ്ങളായിക്കൊണ്ടേയിരിക്കും, അറിവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, പ്രവർത്തിക്കാൻ കഴിയില്ല. എത്രത്തോളം? ഖിയാമത്ത് നാളിന്റെ അവസാന സമയത്ത് ഉണ്ടാകുന്ന ആളുകൾ പറയെന്താണെന്നറിയോ? നമ്മുടെ ഉപ്പാപ്പന്റെ ഉപ്പാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ എന്നെങ്ങാനും പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മള്? ആ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയാ.
നമ്മുടെ ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ, ഹദീസാണ്, നമ്മുടെ ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ നമ്മുടെ മറ്റേ അന്ന് മരിച്ചുപോയവരുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നെങ്ങാനും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകും. അത്രയും മോശം ആളുകൾ ഈ ദുനിയാവില് വാഴും. അവരെ ഉണ്ടാവുള്ളൂ ബാക്കി. അവരാണ് അതിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുക. ബാക്കിയുള്ളവരൊക്കെ അല്ലാഹു ഉയർത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, തൂബാലിൽ ഉറബാക്കൾക്ക് സന്തോഷ വാർത്ത. ആ സമയത്തും തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കുറച്ചാളുകൾ, അവരാണ് ഉറബാക്കൾ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊരു മാർഗദർശനം നൽകി. അത് ചില സമയത്ത് ചില ആയത്തുകൾ അല്ലാഹു നമ്മുടെ കാതില് കേൾപ്പിച്ചത് കൊണ്ടാണ് അല്ലെ. ചില ആളുകൾ അല്ലാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചതിന്റെ പേരിലാണ് അല്ലെ. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ട് നമുക്കൊക്കെ അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് തെറ്റുകളിൽ ഇങ്ങനെ മുഴുകിയ ഒരു സമയത്ത്, ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകൽ, ഒരാളെ കണ്ടപ്പോ, ഒരു സംസാരം കേട്ടപ്പോ, ഒരു വീഡിയോ കണ്ടപ്പോ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് നമ്മളെ കഴിവ് കൊണ്ടല്ല. അന്നത് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, റഹ്മാനായ റബ്ബ് നമ്മളോട് കാണിച്ച കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്തിയത്. ആ ബോധം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതിൽ അല്ലാഹു നിലനിർത്തണമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാകണം. എന്താ നമുക്കുള്ളത്? അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ, അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കാൻ എന്ത് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇതിൽ നിലനിർത്താൻ? നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹു ഈ മാർഗത്തിൽ നിന്ന് നീ എന്നെ മാറ്റല്ലേ എന്ന്. കാരണം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ മാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മുടെ ഈ മാർഗത്തിൽ, സന്മാർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത ആയത്ത്, 25-ാമത്തെ ആയത്തിൽ മറ്റൊരു വിഷയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു പോവുകയാണ്. അതായത് നബിയും സഹാബത്തും എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹിജറ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഹിജറ ചെയ്ത് മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും എന്ത് ചെയ്യണം? ഉംറ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി അവര് കടന്നു വരുമ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവമുണ്ട്. ഹുദൈബിയൊക്കെ ആ സമയത്താണ്, ഹുദൈബിയ സന്ധിയൊക്കെ നടക്കുന്ന ആ സമയത്ത് ഉംറക്ക് പോകാൻ അനുവദിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് പോയി. എന്നാൽ അവർക്ക് എന്ത് ചെയ്യണം? ഉംറ ചെയ്യണം അല്ലെ. അതിനെന്ത് ചെയ്യണം? കഅബയുടെ അടുത്തേക്ക് കടന്നു വരണം. മുശ്രിക്കുകൾ അനുവദിക്കുന്നില്ല, കടന്നു പോകാൻ വിടുന്നില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ അല്ലാഹു പറയാണ്, ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂൻ, വയസുദ്ദൂന സബീലില്ലാഹ് വൽമസ്ജിദിൽ ഹറാം الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. إن الذين,
നിശ്ചയമായും ഒരു കൂട്ടർ. ആരാണവർ? കഫറു, അവരെന്ത് ചെയ്തവരാണ്? അവിശ്വസിച്ചവരാണ്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ? മക്ക മുശ്രിക്കീങ്ങളെ പറ്റി പറയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? വയസുദ്ദൂന, അവർ എന്ത് ചെയ്യാണ്? തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ. എന്തിൽ നിന്നാണ് അവർ തടയുന്നത്? അൻ സബീലില്ലാഹ്. സബീൽ എന്താണ്? മാർഗം അല്ലെ? മാർഗം. ആരുടെ മാർഗത്തിൽ നിന്ന്? അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ. പിന്നെയോ വൽ മസ്ജിദിൽ ഹറാം, പരിപാവനമായ ആ പള്ളിയിൽ നിന്ന്. എന്താണ് പള്ളി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കഅബ അല്ലെ? കഅബയും അതിന്റെ പരിസരവുമാണ് എന്ത്? വൽ മസ്ജിദിൽ ഹറാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീ ജഅൽനാഹു ലിന്നാസ്, നമ്മള് ഒരു പള്ളി അതിനെ ജഅൽനാഹു, അതിനെ ആക്കിയിരിക്കുന്നു. അല്ലദീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പള്ളി. ആ പള്ളി കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു? ജഅൽനാ, നാം അതിനെ ആക്കിയിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുന്നു. ലിന്നാസ്, മനുഷ്യർക്ക്. എങ്ങനെ? സവാഅൻ, സമമായിക്കൊണ്ട്. ആ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിരിക്കുന്നത്, ആ കഅബയും അതിന്റെ പരിസരത്തെയും ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആർക്കാ വേണ്ടിയിട്ടാണ്? ആർക്കാണ് ഏർപ്പെടുത്തി കൊടുത്തത്? ലിന്നാസ്. എങ്ങനെ? സവാഅൻ, സമമായിക്കൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് രണ്ടാളുകളെ, അൽ ആഖിഫ്. ഒന്ന് അൽ ആഖിഫ്, അതായത് ഇഅ്തികാഫ്, ആഖിഫ് അതായത് സ്ഥിരമായിട്ട് അവിടെ കഴിയുന്ന ആളുകൾ ഉണ്ടല്ലോ അതിന്റെ ഭാഗത്ത്, അവർക്കും ഫീഹി വൽ ബാദ്, ബാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പ്രദേശത്ത് നിന്ന്, അവിടെ സ്ഥിരതാമസമല്ലാതെ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്കും അല്ലാഹു സവാഅൻ, സമമായിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനത്തെയും അതിന്റെ പരിസരത്തെയും നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. മുശ്രിക്കീങ്ങൾ കരുതുന്നത് ഇത് ഇബ്രാഹിം നബിയുടെ അനന്തരന്മാർ, അത് നമ്മളാണ്, അതുകൊണ്ട് നമ്മളാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ആളുകൾ എന്നവർ കരുതുന്നു. അല്ല, അല്ലെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അനന്തരന്മാരാണ് ഇവര് എന്ന് പറയുമ്പോഴും എത്ര വലിയ ഒരു വിഡിത്തമാണത്, അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതം കൊണ്ട് കാണിച്ചതല്ലേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ടോ അവരെന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളല്ലേ, ഇബ്രാഹിം നബിയുടെ വിഗ്രഹം പോലെ അവരുണ്ടാക്കിയെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ സ്ഥിരമായിട്ട് കഴിയുന്നവർക്കും ഫീഹി വൽ ബാദ്, പുറത്തു വരുന്ന ആളുകൾക്കും സമമായിക്കൊണ്ട് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, വല്ലവനും ഉദ്ദേശിക്കുന്നതായാൽ, എന്തുദ്ദേശിക്കുന്നതായാൽ? ആരെങ്കിലും ഉദ്ദേശിച്ചാൽ എന്ത്? ഫീഹി ബിഇൽഹാദിൻ, അതിൽ ഒരു ദ്രോഹമുണ്ടാക്കാൻ. ബിഇൽഹാദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മതവിരോധത്തെ, ഒരു മതദ്രോഹത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, എങ്ങനെ? ബിദുൽമിൻ, അന്യായമായി, അക്രമമായി, അവനെ അല്ലാഹു നൽകും. നുദിഖുഹു, അവനെ നാം ആസ്വദിപ്പിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്ത് എന്ന് കേട്ടിട്ടില്ലേ? അതാണ്, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? അദാഖ, നുദിഖുഹു, അവനെ നാം ആസ്വദിപ്പിക്കും. മിൻ അദാബിൻ അലീം, കഠിനമേറിയ വേദനയേറിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നൽകുക തന്നെ ചെയ്യും. അതായത് ഈ നിങ്ങള് മക്ക മുശ്രിക്കീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അവരെ തടയാൻ നിൽക്കണ്ട. തടഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, അതിനെന്തിനാ ഏർപ്പെടുത്തിയിരിക്കുന്നത്? സമമായി കൊണ്ട് ജനങ്ങൾക്ക് അല്ലാഹു ഏർപ്പെടുത്തിയതാണ്. അതിൽ നിങ്ങൾ എന്തെങ്കിലും, അതിൽ നിങ്ങളൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, വമൻ യുരിദ് ഫീ, അതിലൊരു അക്രമം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, മിൻ അദാബിൻ അലീം നുദിഖുഹു മിൻ അദാബിൻ അലീം, നിങ്ങൾ ആസ്വദിക്കേണ്ടി വരും. വേദനയേറിയ ശിക്ഷ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന. ശരിയല്ലേ?
മസ്ജിദുൽ ഹറാം എന്തല്ല, ആരുടെയും പേരിലുള്ളതല്ല. നമ്മളിപ്പോ മനസ്സിലാക്കാൻ കഴിയില്ലേ, സൗദി ഗവൺമെന്റ് സൗദിയുടേതാണോ അത്? അല്ല. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പറയാ? ഖാദിമുൽ ഹറമൈൻ എന്നാ പറയാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖാദിമുൽ ഹറമൈൻ അല്ലെ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെ, അതിന് ഖിദ്മത്ത് ചെയ്യുന്ന, അതിനെ സഹായിക്കുന്ന ആളുകൾ എന്നാണ് പറയാ. ആരുടെ എന്തല്ല, സ്വത്തല്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് പറയാണ്, അത് എന്ത് ചെയ്തിരിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമമായി കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയതാണ്. അതിൽ കയറണ്ട, വരണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷമുള്ള ആയത്തുകളിൽ പിന്നീട് ആ കഅബ ഉണ്ടായ ചരിത്രവും അതിന്റെ പുനർനിർമ്മാണവും പിന്നീട് ഹജ്ജും എന്ന് തുടങ്ങി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജ്ജ് പ്രഖ്യാപിക്കുന്നതും പിന്നെ ആളുകള് ആരോരും ഇല്ലാത്ത ആ മക്കയിൽ ആ കഅബയുടെ അടുത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ആളുകളൊക്കെ ക്ഷണിക്കുമെന്ന്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഇവിടെ ആരുള്ളത് കേൾക്കാൻ, ആരാണ് വരേണ്ടത് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാ അല്ലെ, ഇത് കേട്ടിട്ട് ഇന്ന് ലോകത്തിൽ എത്ര ആളുകളാണല്ലേ ഹജ്ജിലേക്ക് കടന്നു പോകുന്നത്. പിന്നീട് ആ കഅബയുടെ പുനർനിർമ്മാണവും അതിന്റെ സ്ഥാനം പറഞ്ഞു നൽകലും എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇതിന്റെ ആളുകളാന്നൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ ഇതിന്റെ വലിയ ആളുകളാണ്, ഇവിടെ കയറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അള്ളാഹു പറയാണ്, ഞാൻ പറഞ്ഞുതരാ ഇതിന്റെ ചരിത്രം എന്താണെന്ന് തുടങ്ങി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ ചരിത്രമാണ് നമ്മൾ പറഞ്ഞ് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്കുള്ളത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു തജ്വീദിന്റെ നിയമം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മള് ഏതൊക്കെ നിയമമായിരുന്നു പറഞ്ഞത്? ഇനി എല്ലാവരും സൈലന്റ് ആവും, ഇനി ഇവൻ മാത്രമേ വർത്താനം പറയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എത്ര നിയമം നമ്മൾ പറഞ്ഞു? ഒന്നാമത് പഠിച്ച നിയമം ഏതാണ്? ഇൽഹാർ അല്ലെ. ഞാൻ തുടക്കം പറഞ്ഞ ബാക്കി നിങ്ങൾ പറയൂ അല്ലെ. ഇൽഹാർ നിങ്ങളെങ്കിൽ പറയേ. ഇദ്ഗാം, പിന്നെ ഇഖ്ലാബ് അല്ലെ. ഇദ്ഗാം രണ്ട് വിഭാഗില്ലേ? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ഇഖ്ഫാ നമ്മള് പറഞ്ഞോ? ഇല്ല. നമ്മള് അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇനി 15 അക്ഷരങ്ങൾക്കുള്ള നിയമമാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് കിട്ടാനുള്ളത് അല്ലെ. അറബിയിൽ എത്ര അക്ഷരങ്ങളാണ്? 28 അല്ലെ. 28 15 പോയാൽ അത് പറയില്ലേ 13. എത്രയുള്ളത്? 13. അപ്പൊ 13 എണ്ണത്തിന്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഇൽഹാർ പറഞ്ഞു അല്ലെ. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഐൻ, ഹ. ഐൻ, നിങ്ങളെല്ലാം മുഖം കാണുമ്പോ ഖേദം തോന്നുന്നു. ഐൻ അല്ലെ, ഐന്, ഓയിന്. പിന്നെ പറഞ്ഞ നിയമം ഇദ്ഗാമാണ്. ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യാ, റാ, മീം, ലാം, നൂന. അപ്പൊ വാവാനാ പറയാ? വാവ്, നൂന്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഇഖ്ലാബ് പറഞ്ഞു. ഇഖ്ലാബിന്റെ അക്ഷരം ഏതാണ്? ബാ. മീമില്ല, ഏതാണ്? ബാ. മീം ആരുടേതാണ്? ഇത് ഇദ്ഗാമിന്റേതാണ്. ഒരാഴ്ച കൊണ്ടൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ വന്നല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് റിവിഷൻ എടുത്തന്നല്ലേ നിങ്ങൾക്ക്. ഇനി ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ഫുള്ള് തജ്വീദ് മാത്രം ആക്കണം അല്ലെ. ഒരു ദിവസം മൊത്തം തജ്വീദ് നോട്ട് എടുത്തിട്ട് എല്ലാവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതിനുള്ള തൗഫീഖ് നമുക്ക് അറിയട്ടെ. അപ്പോ 28 13 നമ്മൾ പഠിച്ചു. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. പിന്നെ എന്താ ഉള്ളത്? ഇതാണുള്ളത്. 15 അക്ഷരം ബാക്കിയുണ്ട്. ഈ 15 അക്ഷരം ആരുടേതാണ്? ഇഖ്ഫാഇന്റേതാണ്. സമാധാനായില്ലേ? നിയമങ്ങളുടെ കോട്ട കഴിഞ്ഞില്ലേ? ഇഖ്ഫാഇന്റേതാണ്. എന്താണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? അവ്യക്തമാക്കുക എന്നുള്ളതാണ്. എന്താണ്? അവ്യക്തമാക്കുക. എന്താണ് നിയമം? നമ്മൾ പറഞ്ഞ നിയമങ്ങൾ പോലെ തന്നെയാണ്. ഏത്? സാക്കിനായ നൂനിനോ പിന്നെ തൻവീനിനോ
ശേഷം ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവ്യക്തമാക്കി പാരായണം ചെയ്യണം. ഒരു ഉദാഹരണം നമ്മുടെ ആദ്യത്തെ ആയത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. നോക്കാം. ആദ്യത്തെ ആയത്തിൽ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ. എന്തുണ്ട്? അവൻ കാണുന്നില്ലേ? മിൻ ദഹബിൻ കാണുന്നില്ലേ? അവിടെ നൂനിന് എന്താ വന്നത്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഇല്ല കേട്ടോ. അവിടെ എന്താ വന്നത്? ഇവിടെ ഉണ്ടോ? ഇല്ല. അതിൽ വായിച്ച് മിൻ മിൻ എന്ന് പറയുന്ന ഖുറാനിൽ നോക്കിയാൽ മതി. നൂനിന് എന്താ ഉള്ളത്? സുക്കൂന്. അതിന് ശേഷം അക്ഷരം വന്നത് അല്ലേ? സുക്കൂൻ. ഇത് വന്നു. പിന്നെന്ത് വന്നു? അതിന്റെ കൂടെ ഒരു ദാല് വന്നു. നമ്മള് ഈ പറഞ്ഞ 13 ദാ ഉണ്ടായിരുന്നോ? ഇൽഹാർ പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ലല്ലോ. ഇദ്ഗാമ് പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ലല്ലോ. ഇഖ്ലാബ് പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ലല്ലോ. ഇദ്ഗാമും ബിഗുന്നയും ബിറൗനിൽ ഒന്നിലുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അത് ആരക്ഷരാണ്? ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അത് 15 നിങ്ങൾ പറഞ്ഞ് പഠിക്കൊന്നും വേണ്ട. ഇഖ്ലാബിന്റെ ഒരക്ഷരാണ്. അത് അറിയാത്ത നിങ്ങളോട് ഞാൻ എങ്ങനെ ഈ 15 പഠിക്കാൻ പറയാ? നിങ്ങൾ അടിച്ചാക്ഷേപിക്കാണ് നിങ്ങൾ കരുതരുത്. ഈ 13 അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ ഏത്? ഈ പറഞ്ഞ നിയമങ്ങളിലൊന്നും അല്ലാത്ത ഈ 15 അക്ഷരങ്ങൾ, അതിലല്ലാത്ത ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ആരുടേതാണ്? ഈ ഇഖ്ഫാ എന്ന് പറഞ്ഞ നിയമത്തിൻ്റെതാണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക എന്നുള്ളതാണ്. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഈ പറഞ്ഞതിലൊന്നും വരാത്ത ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ അവ്യക്തമാക്കി പാരായണം ചെയ്യണം. എങ്ങനെ? അല്ലെ? നമ്മളിങ്ങനെ ഞാൻ നല്ല ഓത്തുകാരനാണ്. മിൻ ദഹബിൻ ഓതാൻ പറ്റോ? മിൻ ദഹബിൻ ഓതാൻ പറ്റോ? ഇല്ല. ഓതണം. എന്ന് ഓതണം അല്ലെ? നമ്മൾ ഈ തജ്വീദ് നിയമങ്ങളുടെ ഏത്? അത് ഇഖ്ലാബല്ലേ? മീമിനെ ചേർത്തിട്ട് അല്ലേ? മറിച്ച് മണിച്ച് ഓതണം. അതായത് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക എന്നുള്ളതാണ്. മറിച്ച് മണിച്ച് ഓതാന്ന് പറയുമ്പോ ഇഖ്ലാബിനാണ് മറിച്ച് മണിച്ച് ഓതാൻ പറയല്. എന്താണ്? അവിടെ എന്ത് ചെയ്യും? നമ്മള് മീമിനെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക? ഓതുക. ഇവിടെ മണിക്കാം അല്ലെ? മീൻ എന്നാൽ അവ്യക്തമാക്കി ഓതുന്നല്ലേ ഉള്ളൂ. നമ്മള് മറിച്ച് മണിക്കുന്നില്ലല്ലോ. മീൻ ദഹബിൻ അവ്യക്തമാക്കുന്നുണ്ട്. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ അതിനെ മണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് അവിടെയുള്ള നിയമം. മിയദഹബിൻ എന്താ വന്നത്? മിയദഹബിൻ അല്ലെ? അക്ഷരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മുക്കിക്കളയണില്ല. എന്നാൽ കുറച്ച് അവ്യക്തമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ പാരായണം ചെയ്യുന്നു. അപ്പോ ബാക്കിയുള്ള 15 അക്ഷരങ്ങളും എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഈ 3 ആയത്തുകൾ ഒരു പ്രാവശ്യം കൂടി ഓതി നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب من ذهب ولؤلؤا ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد إن
الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു